തീരുവ വർദ്ധിപ്പിച്ച അമേരിക്കയുടെ നടപടി കശുവണ്ടി മേഖലയെ ദോഷകരമായി ബാധിക്കും എന്ന് സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ. കഴിഞ്ഞ സാമ്പത്തിക വർഷം 28% വർധനമാണ് അമേരിക്കയിലേക്ക് കശുവണ്ടി കയറ്റി അയച്ചതിലുണ്ടായത്. അതില്ലാതെയായാൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നും എസ് ജയമോഹൻ മീഡിയ വണ്ണോട് പറഞ്ഞു. അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള വിവിധ ഉൽപ്പന്നങ്ങളുടെ തീരുവ 50% ഉയർത്തി. അത് പലതരത്തിലായിരിക്കും ബാധിക്കുക. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചെറുകിട മേഖലയും ഒപ്പം തന്നെയുള്ള മേഖലയും ബാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കൊല്ലത്ത് കശുവണ്ടി മേഖല ഉൾപ്പെടെയുള്ള നിരവധി വ്യവസായങ്ങളുള്ള സ്ഥലമാണ്. എങ്ങനെയാണ് അവിടെ ബാധിക്കാൻ പോകുന്നുള്ള കാര്യങ്ങൾ പറയുന്നതിനായിട്ട് കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. പലർക്കും ഇത് കൃത്യമായിട്ട് മനസ്സിലായില്ല. പലരും വിചാരിക്കുന്നത് വലിയ ഉൽപ്പന്നങ്ങൾക്കായിരിക്കും ഇത് ബാധിക്കുക. എങ്ങനെയായിരിക്കും കശുവണ്ടി ഇത് നേരിട്ട് ബാധിക്കാൻ പോകുന്നത്? ഈ പറഞ്ഞത് ശരിയാണ്. ഇന്ത്യയിലെയും ലോകത്തിലെയും സാധാരണക്കാരായിട്ടുള്ള ആളുകളെയും പണിയെടുക്കുന്ന തൊഴിലാളികളെയും സ്ഥാപനങ്ങളെയും അമേരിക്ക അടിച്ചേൽപ്പിച്ചിരിക്കുന്ന തീരുവ വർധനവ് എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് വേണ്ടത്ര ധാരണ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കില്ല എന്നുള്ളത് ആ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെയുള്ള പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും പാവപ്പെട്ട ആളുകൾ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു മേഖലയാണ് കശുവണ്ടി. പല കാരണങ്ങൾ കൊണ്ട് കശുവണ്ടി മേഖല പ്രതിസന്ധിയിലേക്ക് അകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രതിസന്ധിയുടെ ആക്കം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു തിരിച്ചടിയാണ് അമേരിക്ക ട്രംപ് ഇന്ന് കശുവണ്ടി മേഖലയുടെ നേർക്കും അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നുള്ളതാണ്. സമീപകാലത്തെ കണക്കുകൾ നമ്മളെടുത്താൽ അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള കശുവണ്ടി പരിപ്പ്, അതായത് കേരളത്തിൽ നിന്നുള്ള, കേരളം എന്ന് പറയുമ്പോൾ കൊല്ലത്ത് നിന്നുള്ള കശുവണ്ടി പരിപ്പ് അമേരിക്കൻ വിപണിയിലേക്ക് അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ കുറച്ച് അടുത്ത വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ചെറുകിടമായിട്ട് നമ്മുടെയൊക്കെ ഈ ഫാക്ടറികളിലിരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് പോലും തിരിച്ചടി ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ഈ അമേരിക്ക വരുത്താൻ പോകുന്ന ഒരു മാറ്റം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാൻ ചില ഫാക്ടറികളിൽ വെച്ചെത്തും. സാധാരണ കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളിയൊന്നും ഇത് അറിയുന്നില്ല എന്നാണ് നമ്മൾ ധരിക്കുന്നതെങ്കിൽ അവരെല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് അവർ പറഞ്ഞു, ഈ അമേരിക്ക ഈ തീരുവ ഒക്കെ അടിച്ചേൽപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, അത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നും കശുവണ്ടി തൊഴിലാളികൾ നമ്മളോട് ചോദിക്കുന്ന ഒരു നിലയിലേക്ക് എത്തി. അപ്പോൾ അവർക്ക് ഈ കാര്യം ഇത് സംബന്ധിച്ച് ഉൾക്കണ്ടയുണ്ട്. കാര്യം അവരുടെ ഉപജീവന മാർഗമാണ്. എല്ലാ ദിവസവും അവർക്ക് പണി കൊടുക്കാൻ തന്നെ നമ്മൾ പെടാപ്പാട് പെടുകയാണ്. അപ്പോൾ അവരുടെ കുറ്റം കൊണ്ടല്ലാതെ, കേരളത്തിൻ്റെ കുറ്റം കൊണ്ടല്ലാതെ ലോക സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയും ലോകം മുഴുവൻ നമ്മൾ നിശ്ചയിക്കുന്ന പോലെ ചലിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ലോക പോലീസ് ചമയുന്ന അമേരിക്ക അടിച്ചേൽപ്പിക്കപ്പെടുന്ന നയങ്ങളും പാവപ്പെട്ടവൻ്റെ ജീവിത ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നത് പാവപ്പെട്ടവരും മനസ്സിലാക്കി തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഈ വിഷയങ്ങൾ ഉൾപ്പെടെ സജീവമായി നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യുന്നതിന് കാരണമായി വന്നു ഭവിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ, അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം 28% ഒരു വർധനവാണ് കേരളത്തിൽ നിന്നുള്ള അമേരിക്കയിലേക്ക് ഈ പരിപ്പ് കയറ്റിയതിൽ വർദ്ധിച്ചത്. ഇനി അതെങ്ങനെയായിരിക്കും ദോഷമായി ബാധിക്കാൻ പോകുന്നതെന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന കാര്യം. കുറച്ച് ദിവസങ്ങൾ കൂടിയുണ്ട് അത് പ്രാബല്യത്തിൽ വരാൻ. നയതന്ത്രപരമായി ഇടപെട്ടുകൊണ്ട് അത് പരിഹരിക്കുമെന്ന് തന്നെയാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം പ്രതീക്ഷിക്കുന്നത്. കൊല്ലത്ത് നിന്ന് രതീഷ് മാടമ്പിശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ വൺ.